ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് വർത്താനത്തെ എനർജി ഉണ്ടെങ്കിലും എൻ്റെ ശരീരത്തിൽ യാതൊരുവിധ എനർജി ഇല്ല കേട്ടോ. മുഖമൊക്കെ ആകെ ഇടിമിച്ചിരിക്കുകയാണ്, കുളിച്ചിട്ടില്ല, നനച്ചിട്ടില്ല, ആകെപ്പാടെ ഒരു കോലത്തിരിക്കുകയാണ് കേട്ടോ. വേറൊന്നുമല്ല, ഇന്നലെ രാത്രി നമ്മൾ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. അപ്പം വൈകിട്ട് പോയിട്ട് വെളുക്കാറായപ്പോഴാണ് വന്ന് കിടന്നുറങ്ങി. രാവിലെ ഇടിപിടിയെന്ന് കാപ്പിയൊക്കെ ആക്കി പിള്ളേർ ഏറ്റു വരുമ്പോഴത്തേക്കിനും കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കേട്ടോ. ഏറ്റു വരുമ്പോഴത്തേക്കിനല്ല, ഏറ്റു വന്നിട്ട് കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ സ്റ്റാമിന ഒന്നും ഇല്ല കേട്ടോ. അപ്പം വീഡിയോ ഇട്ടിട്ട് 2 ദിവസമായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ ഇന്ന് എന്തെങ്കിലുമൊക്കെ ഇടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് എടുത്തതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി ആയപ്പോഴത്തേക്കിനും അത്താഴമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും ഏട്ടയ്ക്ക് ചെറുതായിട്ട് എളിക്ക് വേദനയൊക്കെ ആണെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അങ്ങനെ പറഞ്ഞിരുന്നു. കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും പതുക്കെ എളിക്ക് വേദന കൂടി. അത് കഴിഞ്ഞിട്ട് വോമിറ്റ് ചെയ്തു. പിന്നെ യൂറിൻ പാസ് ചെയ്യാനൊക്കെ പ്രശ്നമായി. അന്നേരം വേദന കൊണ്ട് കിടന്ന് പൊള്ളയുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ഇനി വെച്ചുകൊണ്ടിരുന്നിട്ട് ശരിയാകത്തില്ലെന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ വണ്ടി വിളിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടോ. അപ്പോൾ രാവിലെ വന്ന് കഴിഞ്ഞ് കിടന്നുറങ്ങുന്ന ഭാഗമാണ്. ഇന്നലെ വെളുപ്പിനെ ആണ് വന്നത്. കിഡ്നി സ്റ്റോണിൻ്റെ പ്രശ്നം പണ്ടുണ്ടായിരുന്നതാണ്. അബീനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഒരു 4 കൊല്ലം മുന്നേ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു കേട്ടോ. പക്ഷേ അതങ്ങ് കുറഞ്ഞെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇന്നലെ പതുക്കെ പിന്നെ ഇളകി അങ്ങനെ ഹോസ്പിറ്റലായിരുന്നു. ഇപ്പോൾ 2ാമത്തെ ട്രിപ്പാണ്. രാത്രി വണ്ടി വിളിച്ച് പോകേണ്ട വരുന്നത് കേട്ടോ. അപ്പോൾ ആരെയാണോ 2 മാസമായിട്ട് കണ്ടതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് ചെയ്യാനാ, ഓരോരോ കേസ് കിട്ട് വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ താളം ചവിട്ടാകും. അപ്പോൾ അതാണ് വീഡിയോ ഒന്നും ഇല്ലാതിരുന്നത് കേട്ടോ. തന്നെയല്ല, എൻ്റെ മൈൻഡ് ആകെപ്പാടെ ബ്ലാങ്ക് ആയിരുന്നു. എനിക്കൊന്നും ചെയ്യണമെന്നുമില്ല, എടുക്കണമെന്നുമില്ല. ഞാനിങ്ങനെ എന്തിനോ വേണ്ടിയൊക്കെ ജീവിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയിലായിരുന്നു. എനിക്ക് എന്തെങ്കിലുമൊക്കെ വീട്ടിലിങ്ങനെ പിള്ളേർക്കൊക്കെ വന്നാൽ ഇങ്ങനെ ഏട്ടായി ഞാനും ഉണ്ടായിരിക്കുമല്ലോ അവരെ മാനേജ് ചെയ്യാനൊക്കെ. ഞങ്ങളിൽ ആർക്കെങ്കിലും എനിക്ക് വന്നാലും വലിയ കൂസലൊന്നുമില്ല. പക്ഷേ ഏട്ടായിക്ക് എന്തെങ്കിലുമൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കര ടെൻഷനാണ്. നമുക്കൊരു എനർജി ഇല്ല. പിന്നെ എൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ ആ കാര്യങ്ങളും അതൊക്കെ ഒന്ന് ഓക്കെ ആകുന്ന വരെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാതെ കേട്ടോ. അപ്പോൾ വന്ന് അത്യാവശ്യം പണികളൊക്കെ ഒതുക്കിയിട്ടിരിക്കുന്ന ഭാഗമാണ്. രാവിലെ തന്നെ വന്നപ്പം കുറേ പാത്രങ്ങളൊക്കെ കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. തലേ ദിവസമൊക്കെ ഇട്ടിട്ട് പോയതേ. അപ്പോൾ അതെല്ലാം കഴുകി. പിന്നെ വെള്ളം വന്ന ദിവസമായതുകൊണ്ട് രാവിലെ പാത്രവും കഴുകി, തുണിയൊക്കെ അലക്കി അടിച്ചു വാരി എല്ലാം കഴിഞ്ഞായിരുന്നു. അപ്പോൾ പിള്ളേരെ ഏറ്റു വരുമ്പോഴത്തേക്കിനും അത്യാവശ്യം പണിയൊക്കെ ഒതുക്കാലോ എന്ന് ഓർത്ത് കാപ്പി ഇട്ട് വെച്ചു. മുറ്റവും കൂടെ തൂത്തേക്കാലോ എന്ന് ഓർത്തിരുന്നപ്പോഴാണ് കുഞ്ഞാപ്പി പതുക്കെ എണീറ്റ് വന്നത് കേട്ടോ. പിന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി. ഞാനാണെങ്കിൽ വന്ന പാടെ അതേ ഡ്രസ്സിൽ കയറി കിടന്നാണ് കേട്ടോ. ഉറക്കം അങ്ങ് ശരിയായില്ല. ഞാൻ കുറച്ച് നേരം ഒന്ന് ഉറങ്ങാലോ എന്ന് വിചാരിച്ച് കഴിഞ്ഞപ്പോൾ വെളുപ്പിനെയാണ്. ഇന്ന് വെള്ളം വരുന്ന ദിവസമാണല്ലോ. അപ്പോൾ എണീറ്റ് വെള്ളം പിടിച്ചില്ല ശരിയാകത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉറങ്ങിയില്ല. ഉറക്കളച്ചിരുന്ന് എണീറ്റ് വെള്ളം പിടിച്ചു. അല്ലെങ്കിൽ ഞാൻ ബോധം കെട്ട് ഉറങ്ങിയാൽ വെള്ളം കിട്ടാതെ വരുമല്ലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് ശരിക്കും ഉറക്കം ശരിയാകത്തിന് മോന്തൊക്കെ ഒരു മാതിരി തണ്ണിമത്തങ്ങ പോലെ ഇരിക്കുകയാണ് കേട്ടോ. കുളിച്ചിട്ടുമില്ല. പട ക്ഷീണമാണ്, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ പെരയൊക്കെ അടിച്ചു വാരിയതിന് ശേഷം മുറ്റവും ചുറ്റും ഒന്ന് അടിച്ച് വാരുന്നുണ്ട് കേട്ടോ. റോഡിൻ്റെ സൈഡ് ഞാൻ അടിച്ചു വാരില്ല. ഇപ്പോൾ ഏകദേശം 11:30 ആയല്ലോ. ഇനിയിപ്പോൾ വൈകിട്ട് തന്നെ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീടും മുറ്റം മാത്രം ഒന്ന് അടിച്ച് വാരിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറേ തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതിൽ ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന തുണിയെല്ലാം വാഷിംഗ് മെഷീനിൽ തന്നെ കഴുകിയിട്ടോ. പിന്നെ നല്ല കുറച്ച് ഷർട്ടും ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കല്ലെ കൊണ്ടിട്ട് കഴുകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി തുണിയൊക്കെ കഴുകിയെടുത്തു. അപ്പോൾ ആ കലത്തിൽ നമ്മൾ വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം തിളച്ച് കഴിയുമ്പോഴത്തേക്കും പോലെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മുടെ ഫ്രിഡ്ജൊക്കെ ഒന്ന് ഫുള്ള് ക്ലീൻ ചെയ്തു കേട്ടോ. കാരണം ഇതിനകത്ത് കാടമുട്ട ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ഓർക്കാതെ വന്ന് പെട്ടെന്ന് തേങ്ങ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ കൂടിൻ്റെ അവിടെ ഇങ്ങനെ ചകിരിയിൽ ഉടക്കി ആ മുട്ട പൊട്ടി മൊത്തം കുളമായി. അപ്പോൾ അതുകൊണ്ട് തൂത്ത് തുടച്ച് വൃത്തിയാക്കാതെ നിവർത്തിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഫുള്ളും ക്ലീനാക്കി അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ. കുറച്ച് പച്ചക്കറിയും പിന്നെ തേങ്ങയും ഇതൊക്കെ ഉള്ളൂ. നമുക്ക് ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ ഇന്ന് കുറച്ച് മേടിക്കണം കേട്ടോ. പിന്നെ ഇപ്പം കറിയൊക്കെ വെക്കണം. കുഞ്ഞാപ്പി എണീറ്റ് വന്ന് എൻ്റെ വാല ഇങ്ങനെ നടപ്പുണ്ട് കേട്ടോ. അബി ഏറ്റിട്ടില്ല. അബി നല്ല ഉറക്കമാണ്, നല്ല ഉറക്കക്ഷീണമുണ്ട്. എനിക്കും നല്ല ഉറക്കക്ഷീണമുണ്ട്. അത്യാവശ്യം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് കിടന്നുറങ്ങാൻ കേട്ടോ. അങ്ങനെ ചോറൊക്കെ അവിടെ ഇരുന്ന് പതുക്കെ തിളയ്ക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിന് ഞാൻ ഗ്ലാസ്സൊക്കെ കഴുകി നമ്മുടെ കുടിവെള്ളമൊക്കെ ആക്കി അത് പകർത്തിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത്രയും പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചോറ് തിളച്ച് പിന്നെ അതെടുത്ത് നമ്മൾ റൈസ് കുക്കറിൽ വെച്ച് പിന്നെ ഉച്ചയ്ക്ക് ഒന്നുകൂടെ ചൂടാക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ തുണിയൊക്കെ അലക്കി നല്ല റെഡി ആയിട്ട് പിഴിഞ്ഞൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അത് പിഴിഞ്ഞെടുത്തുകൊണ്ട് വിരിക്കണം. അപ്പോൾ അതിനിപ്പുറം കുഞ്ഞാപ്പിനെ ഒന്ന് കുളിപ്പിച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഓരോ പണികൾ പെട്ടെന്ന് തീർക്കാണ്. അപ്പം ആകെപ്പാടെ ആൾ ക്ഷീണിച്ചും പിന്നെ ആകെ മുരഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. ആശുപത്രിയിൽ അതിലൊക്കെ ഉരുണ്ട് മറിഞ്ഞ് നേരന്നൊക്കെ നടന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല പോലെ സോപ്പൊക്കെ ഇട്ട് വെളിയിൽ കൊണ്ട് വെച്ച് വിശദമായിട്ടങ്ങ് കുളിപ്പിച്ചേക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോഴാണെങ്കിൽ ഇപ്പം നല്ലപോലെ വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ കോരി വിശാലമായിട്ട്
നന്നായിട്ട് കുളിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ പുറത്ത് കൊണ്ടുപോയി നിർത്തി തേച്ചൊരച്ച് കുളിപ്പിച്ച് കേട്ടോ, ചകിരിയൊക്കെ ഇട്ട്. എന്ന് വെച്ചാൽ ഒരുപാട് അമ്മയ്ക്ക് വരച്ച് അതിൻ്റെ തോലൊന്നും പൊളിച്ചില്ല, നല്ല വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിക്കാലൊക്കെ ഒന്ന് നന്നായിട്ട് തേച്ചരയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് വെളിയിൽ നിർത്തി കുളിപ്പിച്ചത് കേട്ടോ. അങ്ങനെ അവനെ കുളിപ്പിച്ച് തോർത്തി പെരക്കകത്ത് കൊണ്ട് ഏട്ടയുടെ അടുത്താക്കിയിട്ടുണ്ട്. അതിന് ശേഷം വന്നിട്ട് ഇതാ തുണിയൊക്കെ ഒന്ന് അലക്കാണ്. നല്ല തുണിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ല സോപ്പിട്ടത് ഒന്ന് കുത്തിപ്പിഴിഞ്ഞിടാമെന്ന് വിചാരിച്ചു. ബാക്കി 1-2 തുണിയൊക്കെ ഉണ്ട്, അത് എൻ്റെ ദൃഷ്ടിപ്പെടാതെ പോയതാണ് കേട്ടോ. വാഷിംഗ് മെഷീൻ തുണി എടുത്തിട്ടപ്പോഴത്തേക്കിനും ഞാൻ കാണാതെ അവിടെ കിടന്ന കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഇപ്പം ഇനി അതിന് വേണ്ടിയിട്ട് വാഷിംഗ് മെഷീനിൽ അത്രയും വെള്ളം പിടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അത് പുറത്ത് കൊണ്ടുപോയിട്ട് കഴുകാണ് കേട്ടോ. അപ്പം കുറച്ചധികം തുണികളുണ്ടായിരുന്നു. ഇന്നലെയും വെള്ളമൊന്നും പിടിച്ചില്ലായിരുന്നു, അപ്പം അതുകൊണ്ട് കുറേ തുണികളുണ്ടായിരുന്നു. അതെല്ലാം കഴുകി ഒതുക്കി ഇനിയിപ്പം ഈ വീട്ടിൽ കൈക്കല തുണി ഒഴികെ ബാക്കിയെല്ലാം ഞാൻ അലക്കി വെളുപ്പിച്ച് കേട്ടോ. കർട്ടനും ബെഡ്ഷീറ്റും എല്ലാം നല്ല സൂപ്പറാക്കി ക്ലീൻ ആക്കിയിട്ടുണ്ട്. ആടിയാണെങ്കിലും ഞാൻ രാവിലെ ആയിട്ട് എല്ലാ പണിയും പടപടാന്ന് ഒതുക്കി കേട്ടോ. വെള്ളം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി. അതുകൊണ്ടാണ് ക്ലീനിങ്ങിലേക്ക് വിശദമായിട്ട് കടന്നു കേട്ടോ. ഏട്ടയ്ക്ക് നല്ല ക്ഷീണമാണ്, ആൾ കിടന്ന് നല്ല ഉറക്കമാണ് കേട്ടോ. ഞാനവിടെ പോയി അടിക്കും തൂക്കും ഒക്കെ അമ്മൂര് ക്ലീനാക്കുകയൊക്കെ ചെയ്തിട്ട് ആൾ അറിഞ്ഞിട്ട് പോലില്ല, നല്ല ഉറക്കമാണ്. പിന്നെ മരുന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇനിയിപ്പോൾ അതൊന്ന് സ്കാൻ ചെയ്യാനൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് സ്കാൻ ചെയ്യണം, എന്നിട്ട് സർജനെയൊക്കെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പം എല്ലാവരും എന്നോട് ഇങ്ങനെ പറഞ്ഞു ഒറ്റമൂലിയൊക്കെ ഉണ്ട്, അതിന് നല്ല മരുന്ന് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് അന്വേഷിക്കണം. എന്തായാലും ഒന്ന് സ്കാൻ ചെയ്തിട്ട് കല്ല് കുഞ്ഞിതാണോ വലുതാണോ എന്നൊക്കെ ഒന്ന് അറിയാലോ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ തൽക്കാലത്തേനൊന്ന് ഓക്കെ ആയതിന് ശേഷം വേണം പോകാൻ കേട്ടോ. പിന്നെ ഇനിയിപ്പം 2 ദിവസത്തേന് പണിയൊക്കെ മുടക്കായിരിക്കും. ഇനിയിപ്പം നമ്മൾ ഒന്ന് ഓക്കെ ആയി വരാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. നമ്മൾ എന്ത് ചെയ്യാനാ, 10 ദിവസം പണിക്ക് പോയാൽ 11ാമത്തെ ദിവസം ആ പൈസ ആശുപത്രി കൊടുക്കേണ്ട സാഹചര്യമാണ് കേട്ടോ. ഒന്നല്ലേ പിള്ളേർക്ക് അസുഖം, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കേസ് ഇട്ട് വരും കേട്ടോ. കഴിഞ്ഞ തവണ പിന്നെ പൈസയും കൂടെ കയ്യിലില്ലായിരുന്ന സമയത്താണ് ഇങ്ങനെ ആശുപത്രി പോകേണ്ടതായിട്ട് വന്നത്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം അമ്മച്ചി വീട്ടിലോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ വീട്ടിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. എന്നിട്ട് വീട്ടിൽ പോയിട്ടൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം, പിന്നെ അവിടുത്തെ തോടൊക്കെ ഒന്ന് കണ്ടേ കാണിച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇരുന്നാണ്. അതെല്ലാം ചീറ്റിപ്പോയി. ഞാൻ എന്ത് പ്ലാൻ ചെയ്താലും അതെല്ലാം ചീറ്റിപ്പോകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ കേട്ടോ. ഇനിമേൽ ഞാൻ പ്ലാൻ ചെയ്യലെന്ന് ഞാൻ അതുകൊണ്ട് തീരുമാനിച്ചിരിക്കുകയാണ്. പിന്നെ കുഴപ്പമില്ല, ഇനി അമ്മ വരുന്നാളെന്ന് പോകാമെന്ന് ഓർത്തിരിക്കുകയാണ്. അപ്പോൾ അമ്മ നിൽക്കുന്ന വീട്ടിൽ അവിടുത്തെ കുഞ്ഞാവയ്ക്ക് മാമോദീസയാണ് കേട്ടോ. അപ്പോൾ ആ മാമോദീസയുടെ സമയത്ത് അമ്മ ഇങ്ങോട്ട് പോരും, വീട്ടിലോട്ട് പോരും. അന്നേരം ആ ചേച്ചി വീട്ടിൽ പോകും കുഞ്ഞു കൊച്ചിനെയൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അന്നേരപ്പം ഇനി പോകാമെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ തുണിയലക്കം പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് എനിക്കൊന്ന് പോയി കുളിക്കണം. ഭക്ഷണം കഴിക്കലൊന്നും ശരിയായിട്ടില്ല. ഇന്നലെ അത്താഴം ശരിക്കും കഴിച്ചില്ല. എനിക്കാണ് വയറ് കാളിയിട്ടൊന്നും പാടില്ല കേട്ടോ. പണിയൊക്കെ ഒതുക്കാതെ ഇനിയിപ്പോൾ ഒന്നും കഴിക്കാനും തോന്നില്ല. കാരണം ആശുപത്രിയിൽ നിന്ന് വന്ന കോലത്തിൽ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നതല്ലേ. അപ്പോൾ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയതിന് ശേഷം എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ രാവിലെ എണീറ്റ് വന്ന പാടെ കട്ടൻ ചായ എന്നത്തെയും പോലെ പിന്നെ ഒരു 2 റസ്കും കഴിച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഒരു ചുമട് പാത്രവും കഴുകി, പിന്നെ മൊത്തം ഒന്ന് അടിച്ച് വാരി തുണിയൊക്കെ ഒന്ന് നനച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും 2 റസ്കിൻ്റെ വെടിക്കെട്ട് തീർന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം അരീത്തി ഇങ്ങനെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എന്നെ വിളിച്ചപ്പോൾ ചോദിച്ചു, നിനക്ക് എന്നതാടി എന്നും ഇതിന് മാത്രം പണി, ഞങ്ങൾക്കൊന്നും ഇത്രയും പണിയില്ലല്ലോ എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അതെന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും എനിക്ക് എല്ലാ ദിവസവും ചെയ്യണം, അതാണ് എൻ്റെ കുഴപ്പം കേട്ടോ. രാവിലെ തുടങ്ങുന്ന അടിച്ചുവാരലായിരിക്കും വൈകിട്ട് വരെ എനിക്ക് മൂലയെല്ലാം ചേർത്ത് ചെയ്യുമ്പോൾ കേട്ടോ. ചില കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ സ്ഥിരം റെഗുലറായിട്ട് കാണിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാ കാര്യങ്ങളും എനിക്ക് എന്നും ഒരേ പാറ്റേണിൽ ചെയ്ത പോലെയാണ് പരിപാടി കേട്ടോ. അപ്പം അതുകൊണ്ടാണ് അത്തരം പണി വരുന്നതെന്നാണ് എൻ്റെ ഒരു നിഗമനം. അങ്ങനെ ഞാൻ തുണിയൊക്കെ അലക്കി കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്കിന് അബി എണീറ്റ് വന്നു. പിന്നെ അബീനെയും പല്ലൊക്കെ തേപ്പിച്ചൊന്ന് കുളിപ്പിച്ച് ആൾ കുറഞ്ഞ് എണീറ്റ് കഴിഞ്ഞപ്പോൾ ഭയങ്കര ചിത്താന്തായിരുന്നു കേട്ടോ, ക്ഷീണം കാരണം. ഒരുപാട് നേരം ഉറങ്ങിയാലും നമുക്കൊരു ക്ഷീണമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുളിപ്പിച്ച് അങ്ങനെ 2 പേരെയും കുളിപ്പിച്ചിട്ട് പിന്നെ ഏട്ടയ്ക്ക് കാപ്പി കൊടുത്തേക്കാമെന്ന് വിചാരിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് ആൾക്ക് കാപ്പി വേണ്ട, എനിക്ക് ഇച്ചിരി ചൂട് കഞ്ഞിയായിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് കാപ്പി കുടിയൊക്കെ കഴിഞ്ഞിട്ട് വിശദമായിട്ട് കറി ഉണ്ടാക്കാമെന്ന് ഞാൻ ഓർത്താണ്. അപ്പം കഞ്ഞി മതി എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ കാപ്പിയും കുടിച്ചിട്ടില്ലല്ലോ, പെട്ടെന്ന് കഞ്ഞി കൊടുത്തേക്കാം. അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതെടുത്ത് മെഴുക്കുരട്ടി വെക്കുകയാണ് കേട്ടോ. നമ്മൾ മസാലയൊക്കെ ഇട്ട് വെക്കത്തില്ലേ, അപ്പോൾ അങ്ങനെ അതിന് തൊലിയൊക്കെ കളഞ്ഞതാ ചീന്തി പെട്ടെന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. കാരണം ഇനിയിപ്പം കാപ്പി കുടിക്കാത്തതുകൊണ്ട് വിശക്കും, ഗുളികയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഗ്യാസും കെട്ടാതിരിക്കാനുള്ള ഗുളികയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഗ്യാസ് കെട്ടാതിരിക്കുന്ന ഭക്ഷണം കൂടെ കഴിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഷഡ് പൂക്കുന്നത് ഞാൻ വേഗം അരിഞ്ഞെടുത്തു, ഉള്ളി അരിഞ്ഞെടുത്ത്, പച്ചമുളക് ഇടുന്നില്ല കേട്ടോ. കാരണം നമ്മൾ മുളക് പൊടിയും മസാലയൊക്കെ ഇട്ടിട്ടുള്ള രീതിയിൽ മെഴുക്കുവരട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ അതുകൊണ്ട് പച്ചമുളക് അരിഞ്ഞിട്ടില്ല. അങ്ങനെ ബാക്കി സാധനങ്ങളെല്ലാം അരിഞ്ഞ് റെഡിയാക്കി അതേ ചട്ടി അടുപ്പിലേക്ക് വെച്ച് എണ്ണ ഒഴിച്ചു, കടുക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കിന് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീട്രൂട്ടും ഉള്ളിയും കൂടെ അതിനകത്തേക്ക് ഇട്ടിട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇത്ര ഇട്ടൊന്ന് മൂപ്പിക്കും. എന്നിട്ട് തട്ടിപ്പത്തി മൂടി വെച്ച് ഉപ്പൊക്കെ ഇട്ട് ഇളക്കി കൊടുത്താൽ മതി. നമ്മുടെ മെഴുക്കുരട്ടി റെഡി ആവും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പരിപാടി തീരും. കഞ്ഞി കുടിക്കാനും സുഖമുണ്ട്. കുറച്ചൊരു എരിവും മസാലയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളം ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചോറുണ്ട് കഴിഞ്ഞിട്ട് കഞ്ഞിവെള്ളം ഉപ്പിട്ട് കുടിക്കാൻ നല്ല സുഖമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുന്നത്. ഒന്നാമതേ ചൂടാണ്, അതിൻ്റെ കൂട്ടത്തിൽ ചൂട് കഞ്ഞിയും കൂടെ ആകുമ്പോഴത്തേക്കിനും അവിച്ച് പുഴുങ്ങും കേട്ടോ. പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം വീണ്ടെടുക്കാൻ എപ്പോഴും കഞ്ഞിയാണ് ബെസ്റ്റ് കേട്ടോ. ഇച്ചിരി കഞ്ഞിയായിട്ട് കുടിക്കാണ്ട് നമുക്കൊരു ഊര് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ വോമിറ്റിംഗ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് ആകെപ്പാടെ ടയേർഡാണ്. വെള്ളം കൂടി കുറഞ്ഞതിൻ്റെ ആയിരിക്കും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. 3 ലിറ്റർ വെള്ളയിലും കുടിക്കാൻ പറഞ്ഞാണ് കേട്ടോ വിട്ടെ. പിന്നെ ഈ വണ്ടിയപ്പോക്കൊക്കെ ആകുമ്പോഴത്തേക്കിനെ നമ്മൾ വീട്ടിൽ ഇരുന്ന് ശ്രദ്ധിക്കുന്ന പോലെ ആളങ്ങനെ ശ്രദ്ധിക്കത്തൊന്നുമില്ല. വെള്ളമൊന്നും കുടിക്കാൻ സാധ്യതയില്ല. അതിൻ്റെയൊക്കെയാണ് തോന്നുന്നു ഇപ്പം വന്നത്. പിന്നെ ഓൾറെഡി ഉള്ളതാണ് കേട്ടോ, പണ്ട് വന്നിട്ടുള്ളതാണ്. പിന്നെ ഇവിടുത്തെ അമ്മയ്ക്കുണ്ട്, പാരമ്പര്യമായിട്ട് കിട്ടിയ മുതലാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ മെഴുക്കുവരട്ടിയൊക്കെ തട്ടിപ്പൊത്തി അടുപ്പയിൽ വെച്ചതിന് ശേഷം വന്നിട്ട് ഞാൻ കാപ്പി കുടിക്കാൻ കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കപ്പ് കുപ്പം അകത്താക്കുമായിരുന്നു. കാരണം എനിക്ക് അത്രയും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിള്ളേർക്ക് പിന്നെ ഇപ്പം വേണ്ട, കുറച്ച് കഴിഞ്ഞ് മതി എന്ന് പറഞ്ഞു. എന്നാലും അവരെ കഴിപ്പിക്കണം കേട്ടോ. ഇന്നലെ അത്താഴവും കാര്യമായിട്ട് കഴിക്കാത്തതുകൊണ്ട് എന്തായാലും ഞാൻ കഴിച്ചിട്ടാകട്ടെ എന്ന് വിചാരിച്ചു. കാരണം എൻ്റെ കണ്ണും തലയൊക്കെ ചുറ്റാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കാപ്പ് കുപ്പന്നങ്ങ് വാരി വലിച്ചൊരു 3-4 ദോശ അകത്താക്കി കേട്ടോ. എനിക്ക് ഗോതമ്പ് ദോശ വലിയ കോളില്ല, കൂടിപ്പോയി 2 കഴിക്കുള്ളായിരുന്നു. പക്ഷേ ഇനി ഞാൻ വയറ് നിറച്ച് കഴിച്ച് ചമ്മന്തിയൊക്കെ ഒഴിച്ച് കുഴച്ചങ്ങ് തട്ടി കേട്ടോ. അയ്യോ, അത് അകത്തോട്ട് ചെന്നപ്പോഴാണ് എനിക്ക് ജീവൻ നേരെ വേണം കേട്ടോ. ഒരു സമാധാനമായി. ഇനി ഉച്ചയ്ക്ക് കുറച്ച് ചോറൂടെ കഴിച്ചാലാണ് നമുക്ക് ഊര് വീണ്ടെടുക്കാൻ പറ്റുള്ളൂ. ആകെയുള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, എന്ത് കഴിച്ചാലും ഞാനൊരു പരിധി കൂടുതൽ വണ്ണം വെക്കത്തേ ഇല്ല. ഇങ്ങനെ ചുള്ളിക്കമ്പ് പോലെ ഇരിക്കത്തുള്ളൂ കേട്ടോ. അതാണ് ഒരു സമാധാനം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് ചൂടുവെള്ളം കൂടെ കുടിച്ച് ഒരു സമാധാനം വന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മെഴുക്കുരട്ടി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്ന് ഇളക്കി ചിക്കി മൂടി വെച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏട്ടയ്ക്ക് കഞ്ഞി കൊടുത്തു. ആളെ ബെഡിലിരുന്ന് തന്നെ കഞ്ഞിയൊക്കെ കുടിക്കാണ് കേട്ടോ. പിന്നെ ഞാൻ കഴിച്ച പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചു. അതിന് ശേഷം പിള്ളേർക്ക് കാപ്പി കൊടുത്തു. അവരും അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. ചോറ് കുറച്ചുകൂടെ ഒന്ന് വെന്ത് പൊട്ടാനുണ്ടായിരുന്നു. പക്ഷേ ഏട്ടാ പറഞ്ഞാൽ അത് മതി, ഇനിയിപ്പം ഒത്തിരി വെന്തുകൊണ്ടിരിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് കൊടുത്താട്ടോ. അപ്പോൾ അതുകൊണ്ട് അടുപ്പിൽ ഒന്നുകൂടെ വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഒന്നുകൂടെ തിളച്ചാൽ ഓക്കെ ആകും, ചോറാകും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കറി വെക്കണം. തക്കാളിക്ക് ചാറ് വെക്കാമെന്നാണ് ഞാൻ ആദ്യം ഓർത്തത്. പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നിട്ട് തക്കാളിയും ക്യാബേജും മുട്ടയൊക്കെ നമ്മുടെ ഈ കിഡ്നി സ്റ്റോണിന് വിരോധമാണെന്നാണ് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തക്കാളിക്ക വേണ്ട, ചെറുപയർ വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ ചെറുപയർ കല്ലും നെല്ലൊക്കെ പറക്കി ഞാൻ നേരത്തെ കെട്ടിയൊരു കൂടിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ എടുത്തു വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം കിട്ടുമല്ലോ. ഓടി ചെന്ന് പയറെടുത്ത് നമുക്കങ്ങ് കറിയാക്കാൻ വെച്ചാൽ മതിയല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് കല്ല് നോക്കണം. പിന്നെ ഇങ്ങനെ ചിലതിങ്ങനെ പൊട്ട ഉണ്ടായിരിക്കുമല്ലോ, അങ്ങനെ പൊങ്ങ് പോലെ ഇരിക്കും, പക്ഷേ അതിനകത്തൊന്നും കാണത്തൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ തപ്പി പിറക്കി മാറ്റിയേക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും കേട്ടോ. അങ്ങനെ ആ കുക്കറിനകത്തേക്ക് എടുത്തിട്ട് കഴുകി ഒരു 2-3 ട്രിപ്പ് നന്നായിട്ട് വെള്ളത്തിൽ കഴുകി എടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും പിന്നെ കുറച്ച് ഉപ്പുകൂടി ഇട്ട് അടുപ്പിലേക്ക് വെക്കാണ്. അപ്പം മെഴുക്കുവരട്ടി ഉണ്ടല്ലോ, അപ്പോൾ ചാറാക്കാനാണ് കേട്ടോ. നന്നായിട്ട് വെന്ത് പൊട്ടിക്കോട്ടെ, ഒരു 4-5 വിസിലങ്ങ് അടിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ പയർ അടുപ്പയിൽ വെച്ചിട്ടുണ്ട്, അത് അവിടെ ഇരുന്ന് ആകട്ടെ കേട്ടോ. അപ്പോഴേക്കും പിള്ളേർ രണ്ടുപേരും കുളിയൊക്കെ കഴിഞ്ഞിട്ട് എന്നത്തെയും പോലെ കണ്ണ് വരച്ചില്ലമ്മേ എന്ന് പറഞ്ഞ് ഓടി വന്നു. ഞാൻ പിന്നെ കൺമഷിയൊക്കെ എടുത്ത് കണ്ണൊക്കെ വരയ്ക്കാം കേട്ടോ. ഞാനിന്ന് മേക്കപ്പിനൊന്നും പോയില്ല. എനിക്ക് എന്തോ ഒരു സന്തോഷകരമല്ലാത്ത ഒരു മാനസികാവസ്ഥ ആയതുകൊണ്ട് ഞാൻ മേക്കപ്പിനൊന്നും പോയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്കിനും അമ്മ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ആശുപത്രിയിലൊക്കെ ആയെന്ന് എല്ലാം അറിഞ്ഞല്ലോ. അപ്പം വന്നതാണ് കേട്ടോ, എങ്ങനെയാണ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ അമ്മ വന്ന് പിന്നെ അമ്മയും ഏട്ടായും പിള്ളേരും ഒക്കെ കൂടെ വർത്താനം പറഞ്ഞു കുറേ നേരം ഇരുന്ന്. അങ്ങനെ അവരവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കിനും ഞാൻ വേഗം കറിയും കൂടെ ആക്കിയേക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മുടെ ചെറുപയറിനുള്ള തേങ്ങ ഒക്കെ ചിരകി എടുത്തു. മഞ്ഞൾപ്പൊടി, ഉള്ളി, പച്ചമുളക്, പിന്നെ ഒരു പൊടിക്ക് ജീരകം, ഇത്രയും സാധനം എടുത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തു കേട്ടോ.
അപ്പോഴേക്കും നമ്മുടെ കുക്കർ ശുശു എന്ന് വിളിച്ചു. ചെന്ന് നോക്കിയപ്പം പയർ നന്നായിട്ട് വെന്തിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അരച്ച് വെച്ചിട്ട് അരപ്പ് നമ്മൾ പയറിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് നന്നായിട്ട് മിക്സാക്കി ഉപ്പൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. നമ്മൾ ചാറുകറി ആയതുകൊണ്ട് കുറച്ച് വെള്ളം നേർപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പയർ കറിയൊക്കെ കുറച്ച് നേരം ചൂടാറി കഴിയുമ്പോഴത്തേക്കിനും ഒന്ന് കുറുകി വരുമല്ലോ, അപ്പോൾ അത് കണ്ടിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, നന്നായിട്ട് ഉപ്പൊക്കെ മിക്സാക്കി ആവശ്യത്തിന് നോക്കി ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഒരുപാടങ്ങ് തിളച്ച് മറിഞ്ഞു പോകണ്ട, ഞാൻ എന്നും തന്നെ പറയുന്ന പോലെ. തേങ്ങാക്കറിയൊക്കെ അങ്ങനെ ഒരുപാട് തിളച്ചങ്ങ് പോയിട്ടുണ്ട്, അതിൻ്റെ ടേസ്റ്റും പോകും. പിന്നെ ഇങ്ങനെ ചാറും പയറും തമ്മിൽ യാതൊരു ബന്ധമില്ലാത്തതുകൊണ്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പിന്നെ നമ്മുടെ പയർ കൂട്ടാനൊന്ന് ചെറുതായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും കടുകൊക്കെ പൊട്ടിച്ച് ചേർത്ത് നമ്മുടെ കറിയായി കേട്ടോ. അപ്പോഴേക്ക് ഏകദേശം 1:30 ആയിട്ടുണ്ടായിരുന്നു. 11:30 ആയപ്പോഴാണല്ലോ നമ്മളിപ്പോൾ അതൊക്കെ അടുക്കളപ്പണിക്ക് കയറിയത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അമ്മയ്ക്ക് ചോറ് കൊടുത്തേക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചോദിച്ചപ്പോൾ അമ്മ ചോറുണ്ണാതെയാണ് വന്നത് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കുറച്ച് ചോറും തന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ചോറും കറിയൊക്കെ എടുത്തു, ആവശ്യത്തിന് വെള്ളമൊക്കെ എടുത്ത് അവിക്കും കൊടുത്തു, അമ്മയ്ക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവി പക്ഷേ കഴിച്ചൊന്നുമില്ല. അപ്പം ഞാനതെടുത്ത് മൂടി വെച്ചിട്ടോ, പിന്നെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അമ്മ വന്നപ്പോൾ തണ്ണിമത്തനും മുന്തിരിങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ തണ്ണിമത്തൻ കട്ട് ചെയ്ത് ഏട്ടയ്ക്ക് കൊടുത്തു, പിള്ളേർക്കൊക്കെ കൊടുത്തു. അമ്മയ്ക്ക് പിന്നെ ഉണ്ട് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അമ്മ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ആ സമയത്ത് ഞാൻ പിന്നെ ടിപ്പുവിനുള്ള ചോറൂടെ രാവിലെ അടുപ്പയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകിട്ട് എനിക്ക് അലയാൻ വയ്യാത്തതുകൊണ്ട് കേട്ടോ, അങ്ങനെ ചോറൊക്കെ അടുപ്പയിലേക്ക് ഇട്ട് പിന്നെയും കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് കഴിഞ്ഞിട്ട് ഒരു ഓട്ടോ വന്നപ്പോഴത്തേക്കിനും അമ്മ ചാടി ഓട്ടോയിൽ കയറി നേരെ പോയി കേട്ടോ. അഞ്ചൂത് ആ പിള്ളേരെ പിടിച്ചൊരു ഓട്ടോ വന്നിട്ട് ഞാൻ പോവാന്ന് പറയുന്നത് ഞാൻ ഓടിച്ചെന്നപ്പോഴത്തേക്കിനും അമ്മ പോയിട്ടോ. വേറെ ഒന്നുമല്ല, പരിചയമുള്ള ഓട്ടോ ആയിരുന്നു. അപ്പം അങ്ങ് വരെ ചെല്ലാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ അമ്മ പോയി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും 2 പേർക്കും ഉറക്കം പിന്നെയും വന്നിട്ടുണ്ടായിരുന്നു. ഉറക്കം കിടക്കാണല്ലോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും എല്ലാവരും കയറി കിടന്ന് ഉറങ്ങി കേട്ടോ. ഉറങ്ങി ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേക്കിനും ഏട്ടായി തിന്നെ വന്നിങ്ങനെ ഇരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഏകദേശം 5:45 ഏട്ടായി കാര്യം നേരത്തെ എണീറ്റാണ് കേട്ടോ. പക്ഷെ വിളിച്ചില്ല, ഉറങ്ങിക്കോട്ടെ ക്ഷീണമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാകും. അപ്പോഴത്തേക്കിനും നല്ല ഉറക്കമായിരുന്നു കേട്ടോ. പിന്നെ പകൽ കിടന്നുറങ്ങിയാൽ നമുക്ക് തലയ്ക്കൊരു മത്ത് പിടിച്ച പോലെയാണല്ലോ, ആ ഒരു മത്തിൻ്റെ തലയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ചോറ് പോലും ഉണ്ടാതെയാണ് ഞാൻ കിടന്നുറങ്ങിയത് കേട്ടോ. എന്തായാലും ഉറങ്ങി എണീറ്റപ്പോൾ ഒരു ഊരായ പോലെ ഒരു ഫീൽ കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്നത്തെയും പോലെ ഒരു കട്ടൻ ചായ ഇട്ട് കുടിച്ചേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചായക്കുള്ള വെള്ളം അടുപ്പിൽ വെച്ച്, സന്ധ്യ ആകുന്നതിനിപ്പുറം കുടിവെള്ളം എടുക്കണമല്ലോ, കുടിവെള്ളത്തിൻ്റെ കാര്യം മറന്നിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ കുടമൊക്കെ തേച്ച് കഴുകി ഞാൻ എന്താ കുടവുമായിട്ട് മേടിച്ചേച്ചിട്ട് അടുത്തോട്ട് പോവാണ് കേട്ടോ. പിള്ളേരെ എണീറ്റിട്ടില്ല, അവർ കിടന്ന് ഇപ്പോഴും ഉറക്കമാണ്. അപ്പോൾ ശരിക്കും ഉറങ്ങി എണീക്കട്ടെ, ക്ഷീണമൊക്കെ പോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ആ വെള്ളം എടുത്തുകൊണ്ട് വന്നു. പിന്നെ അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു, നല്ല തണുത്ത വെള്ളം കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഏട്ടായിക്ക് ചൂടുവെള്ളം തിളപ്പിച്ച് ആറിച്ചാലും അങ്ങനെ തരെ കുടിക്കത്തൊന്നുമില്ല. കാരണം ഒത്തിരി വെള്ളം കുടിക്കുമ്പോൾ നമുക്കായാലും എന്തോ പോലല്ലേ. അപ്പോൾ തണുത്ത വെള്ളമാണ് അത്രയും പ്രശ്നം വരത്തില്ലല്ലോ എന്ന് വിചാരിച്ചാണ് കുറച്ച് തണുത്ത വെള്ളം ഉണ്ടാക്കാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ കേട്ടോ. അത് അവിടെ പതുക്കെ തണുക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ ചായയുടെ വെള്ളമൊക്കെ തിളച്ചു. പിന്നെ എന്നത്തെയും പോലെ തേയിലേക്കിട്ട് കട്ടനാക്കിയിട്ടുണ്ട്. അപ്പോൾ മധുരയിട്ട ഏട്ടായിക്ക് ഒരു ഗ്ലാസ് ആദ്യം കൊണ്ട് കൊടുത്തു. പിന്നെ എനിക്കൊരു ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്, അത് കുറച്ച് കഴിഞ്ഞ് കുടിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. ഞാനൊന്ന് മയങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും ഏട്ടായി ഫാനിൻ്റെ സ്പീഡ് കുറച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വേർത്ത് പൊഴിഞ്ഞ് നാശമായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം തന്നെ ചൂട് ചായ കുടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചെന്നാൽ കുറച്ച് കഴിഞ്ഞിട്ടാട്ടെ ചായ ഒന്ന് തണുക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ തണുത്താലും ചായ കുടിച്ചാലാണ് ഒരു ഉന്മേഷമുള്ളൂ കേട്ടോ, അത് വേറൊരു കാര്യം. അപ്പോൾ ചായയൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഏട്ടായിക്ക് ഉള്ള വിധം ഏട്ടായിക്ക് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളത്തിൽ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് വെച്ചിരുന്ന മുന്തിരിങ്ങ എടുത്ത് കഴുകി വൃത്തിയാക്കി അതോടെ ഫ്രിഡ്ജിലേക്ക് മാറ്റിയേക്കാമെന്ന് വിചാരിച്ചു. കുറേ നേരം ഇട്ടു കേട്ടോ. ഞാൻ ഉച്ചയായപ്പോൾ ഇട്ടാണ്. ഇപ്പോൾ ഏകദേശം 5:45 ആയല്ലോ. അപ്പോൾ അത്രയും സമയം മഞ്ഞളിനകത്തും ഉപ്പിനകത്തൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. പിന്നെ എന്തൊക്കെ ആണെങ്കിലും വിഷമൊക്കെ അടിച്ച് വരുന്നതായിരിക്കുമല്ലോ. അപ്പം അത്യാവശ്യം എല്ലാം നന്നായിട്ട് ക്ലീനാക്കി എടുത്ത് ഫ്രിഡ്ജിലാക്കി വെച്ചു കേട്ടോ. അപ്പോഴേക്കും ഇരുട്ടി 6 മണിയൊക്കെ കഴിഞ്ഞ്. ഇനിയിപ്പോൾ വിളക്ക് വെക്കണമല്ലോ. പിന്നെ മിറ്റടിക്കാനൊന്നും നിന്നില്ല, രാവിലെ അടിച്ച് കൂട്ടി വെച്ചത് കത്തിച്ചില്ലായിരുന്നു. അപ്പോൾ അത് കത്തിച്ചിട്ട് ഞാൻ വേഗം പോയി കുളിച്ചു, റെഡിയായി ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് വിളക്ക് വെച്ചു. വിളക്ക് വയ്ക്കും പ്രാർത്ഥനയും കൂടെ കഴിഞ്ഞിട്ട് പിന്നെ ചായ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ പിന്നെ താമസിച്ചുകൊണ്ട് ആ സമയത്ത് തന്നെ നമ്മൾ വിളക്കൊക്കെ വെക്കണമല്ലോ. രാത്രി 8 മണിക്ക് 9 മണിക്കൊന്നും വെച്ചാൽ പോരല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓടിപ്പോയി പിടിപിടുത്ത് കുളിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചായ ആറിയിട്ടില്ല.
അത് കഴിഞ്ഞ് വിളക്ക് വയ്ക്കും പ്രാർത്ഥനയും കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് തുണി പിറക്കിയില്ലല്ലോ എന്ന്. പിന്നെ പോയി അഴയെ കിടന്ന തുണിയെല്ലാം പിറക്കി അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടോ. ഇനിയിപ്പോൾ ഇത് മടക്കണം. ഇനിയിപ്പോൾ ഇത് എനിക്ക് വയ്യ സത്യം പറഞ്ഞാൽ. നാളെ എങ്ങാനും മടക്കാലോ എന്ന് വിചാരിച്ച് എല്ലാം കൊണ്ടുപോയി അപ്പുറത്തെ മുറി ബക്കറ്റിനകത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതെല്ലാം കൊണ്ട് വെച്ചിട്ട് വന്നിട്ട് ഇതാ കട്ടനും എടുത്ത് തിന്നേ വന്നിരുന്ന് കട്ടൻ ചായ കുടിക്കുകയാണ് കേട്ടോ. കാര്യം ഉറക്കത്തിൻ്റെ ക്ഷീണമൊക്കെ അങ്ങ് മാറി കിട്ടിയെങ്കിലും പിന്നെ എന്തോ ഒരു മനസ്സിനൊരു മ്ലാനതയാണ് കേട്ടോ. ഏട്ടൻ ഇങ്ങനെ വാടി വാടി കിടക്കുന്നതുകൊണ്ടാണോ എന്നൊരു സംശയമുണ്ട്. അപ്പം ഞാനിങ്ങനെ ഒരു ലാവത്തേച്ച് വിട്ട കോഴിയെപ്പോലെ ഇങ്ങനെ പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അപ്പോൾ ഓർക്കും ഇത്രയും സങ്കടവും വിഷമവും ഒക്കെ ആണെങ്കിൽ പിന്നെ എന്തിനാണ് വീഡിയോ എടുക്കുന്നതെന്ന് കേട്ടോ. വീഡിയോ എടുക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ഒന്നാമത് കണ്ടൻറ്റ് ക്ഷാമം. പിന്നെ നമുക്ക് വീഡിയോയും കൂടി ഇടാതിരുന്നിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ, ഞാനിങ്ങനെ ഒരു തുഴഞ്ഞ് കൊണ്ടുവന്നൊരു വണ്ടിയാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കേട്ടോ. അപ്പം ആകെയുള്ള പ്രതീക്ഷ അങ്ങ് അകലേ കാണുന്നൊരു പ്രകാശം പോലെയാണ് ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെ ആണെങ്കിലും ഉള്ളതൊക്കെ വെച്ചിട്ട് അങ്ങ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും പിള്ളേർ രണ്ടും എണീറ്റ് വന്നു. പിന്നെ അവർക്ക് ഞാൻ നമ്മുടെ തണ്ണിമത്തൻ തണുത്തത് ഇരുന്ന് കൂട്ടി കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരാൾക്ക് ബ്രെഡും ജാമും കൊടുത്തു കേട്ടോ. അങ്ങനെ അവരവിടെ നിന്ന് കഴിക്കുകയാണ്. ഇനിയിപ്പോൾ അവരെ ഒന്ന് മേലൊക്കെ തുടയ്ക്കണം, കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാട്ടെ എന്ന് വിചാരിച്ചു. കിടന്ന് വേർത്തൊലിച്ചാണ് രണ്ട് വെയിറ്റ് വന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബനീനൊക്കെ ഊരിച്ച് കുഞ്ഞുപാവാടൊക്കെ ഇടിപ്പിച്ചിരുത്തിയേക്കാണ്. അപ്പോൾ അതാണ് ഞാൻ വീഡിയോ ഒന്നും എടുക്കാത്തത് കേട്ടോ. അങ്ങനെ പിന്നെ തണുത്ത രണ്ട് തണ്ണിമത്തനൂടെ കഴിച്ചിട്ടുണ്ട്. അപ്പം ഇളം ചൂട് ചായയുടെ എഫക്റ്റ് അങ്ങ് മാറി കേട്ടോ. പിന്നെ നമ്മുടെ രാവിലത്തെ ചോറ് ഒന്നുകൂടെ ചൂടാക്കാനായിട്ട് വെച്ച് വൈകിട്ട് അത്താഴത്തിന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ പട്ടിയുടെ ചോറ് ഞാൻ നേരത്തെ ആക്കി വെച്ചുകൊണ്ട് അതും കൊണ്ടുപോയി ടിപ്പുവിന് കൊടുത്തു കേട്ടോ. നേരത്തെ അവനോട് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ലൈറ്റ് ഓഫ് ചെയ്യണം, മറ്റേ കശി വരും ഒട്ടനെ തന്നെ. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ ദിവസം എൻ്റെ ചെവി പോകണ്ടായിരുന്നു കേട്ടോ. കിടന്ന് കഴിഞ്ഞപ്പം ഇങ്ങനെ ചെവിയിൽ എന്തോ ഇഴയുന്ന പോലെ തോന്നി. ഞാൻ പതുക്കെ ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോഴത്തേക്കിനും എന്നെ മൂപ്പിളി ചെവിയുടെ അകത്തെത്താറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അയ്യോ, ഞാൻ പേടിച്ചു പോയി. ഭാഗ്യത്തിന് ചെവിക്ക് അകത്തോട്ട് കയറിപ്പോയില്ല, ഇല്ലേ പിന്നെ അതിനും പണ്ടി വിളിച്ച് പോകേണ്ട വന്നേനെ. അങ്ങനെ നമ്മുടെ മൂപ്പിളി വണ്ട് ഇറങ്ങുന്നതിനിപ്പുറം പിള്ളേർക്കും ചോറ് കൊടുത്ത് ഞാനും ചോറൊക്കെ കൊണ്ടു കേട്ടോ. ഇനിയിപ്പോൾ തിന്നലെ ലൈറ്റൊക്കെ ഓഫ് ചെയ്യുന്നതിനിപ്പുറം നമ്മൾ വിളക്ക് വെച്ചതൊക്കെ കെടുത്തി. പിന്നെ ഇപ്പോൾ ടിപ്പുവിന് ചോറൊക്കെ കൊടുത്തുകൊണ്ട് നമ്മളിനി മുറ്റത്തിറങ്ങേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് പതുക്കെ ജനലും വാതിലും എല്ലാം അടച്ച് നമ്മൾ അകത്തോട്ട് കയറാനായിട്ട് പോവാണ്. നമ്മുടെ തിന്നയുടെ അങ്ങേ സൈഡത്തെ ലൈറ്റ് ഇടും കേട്ടോ, ഇങ്ങനെയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഒരു പരിപാടി നടക്കില്ല, വെട്ടയിട്ടാൽ ഇവർ നമ്മുടെ പെരയ്ക്കകത്തേക്ക് അതിക്രമിച്ച് കയറും കേട്ടോ. അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇനിയില്ല. അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ നമ്മുടെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ, ബൈ ബൈ, സി യു. അപ്പം വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഉണ്ട്, അതൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനൊക്കെ കൊടുക്കുക കേട്ടോ. ടിപ്പുവിന് വിശന്നിരുന്നുകൊണ്ട് അവൻ ചോറൊക്കെ കണ്ടിട്ടുണ്ട് നേരത്തെ തന്നെ. അപ്പം അത്രേ ഉള്ളൂ. ബൈ ബൈ.